ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, ഈവനിങ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൈകുന്നേരം എത്ര സമയം ഇപ്പോൾ കണ്ട് 3:30 നേരം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദു അവിടുത്തെ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ അത്. അപ്പോൾ അവൻ പറയാം അച്ഛമ്മയാണ് അത് എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ലോണ്ട് ആ സമയത്ത് ഇരുട്ടായിരുന്നു കേട്ടോ, കാരണം ഒരു മഴക്കാറൊക്കെ വന്നു. ഈ നേരത്തൊക്കെ ഇത്തിരി വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ബേബി കുട്ടിക്ക് എക്സാമാണ്. നാളത്തെ എക്സാം 18-ാം തീയതിയാണ്. നാളത്തെ എക്സാം മാത്സ് ആണ്. അപ്പോൾ അവൾ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. കുറേ നേരം കളിക്കുകയായിരുന്നു, പിന്നെ പഠിക്കാൻ പറഞ്ഞു. കാരണം ഞായറും തിങ്കളും എക്സാം ഇല്ല. ചൊവ്വ നാളെയാണ് ഇനി എക്സാം. 18, 19, 20, 21, 22. 22-ാം തീയതി എക്സാം ഫിനിഷ് ആവും. പൂട്ടും, സ്കൂൾ പൂട്ടും കേട്ടോ. 22-ാം തീയതി ഇവർക്ക് സ്കൂൾ പൂട്ടും. ഒട്ടുമിക്ക കുട്ടികൾക്ക് 22-ാം തീയതി ആവും വിചാരിക്കുന്നു പൂട്ട് കേട്ടോ. ഇവരുടെ സ്കൂൾ 22-ാം തീയതി പൂട്ടുക. അപ്പം അവളുടെ വിചാരം, ഞാൻ പറഞ്ഞു ഇത് വോയിസ് ഓവർ കൊടുക്കും കേട്ടോ പറഞ്ഞത്. ഇപ്പം അതാണ് അവളുടെ ഈ എക്സ്പ്രഷൻ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് വേസ്റ്റായി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തില്ല, എത്ര നേരം എടുക്കണമെന്ന് പറയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേദു ഇവിടെ എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അതാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ അത് അവൾ മാത്സ് അവൾ പറയാം, അമ്മ ഇതൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കും. അവൾ മാത്സ് പാടത കണ്ട ക്ലോക്ക് കാര്യങ്ങൾ നമ്മളൊക്കെ 5ലും 6ലും പഠിക്കുന്ന പാഠങ്ങളാണ് ഇവർ ഈ 3-ാം ക്ലാസ്സിലെ മാത്സിലൊക്കെ ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ. നമ്മളൊക്കെ ഹിന്ദിയൊക്കെ പഠിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? കുറേ കഴിഞ്ഞിട്ടല്ലേ. ഇവരൊക്കെ ഇപ്പോഴാണ് ഇപ്പോഴേ തുടങ്ങിയിട്ട്. അപ്പോൾ വേദുവിന് അവൻ്റെ ബ്രഷ് ഒഴികെ ബാക്കി എല്ലാവരുടെ ബ്രഷും അവനെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കലണ്ടറിൽ എന്താ നോക്കണമെന്ന് വെച്ചാൽ എക്സാം കഴിയുന്നത് 22 ശനിയാഴ്ച എന്നാണ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ വരുന്നത്. ഞാൻ മീനമാസത്തിലാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ ശരിക്കും രേവതി 30-ാം തീയതിയാണ്. പക്ഷേ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. 29-ാം തീയതിയാണ് പിറന്നാൾ വരിക എന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ. അറിയില്ല, ചോദിക്കണം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ, ഓരോരോ സീനറീസ് കിട്ടിയതാണ്. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ വെറുതെ എടുത്തു എന്നേ ഉള്ളൂ. ഓരോരുത്തർ തന്നതാണ്. ഇതൊക്കെ കുറേ വർഷമായിട്ട്, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ വേറെ സ്ഥലം നമുക്ക് വെക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം കേട്ടോ. ഇനി കാണിക്കുന്ന പ്രൊഡക്ട്സ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചിലവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് വേറെ ഇടുന്നതാണേ. ഇത് നമ്മൾ വീട്ടിലകത്തിടുന്നത് കേട്ടോ. തണ്ടൽ വേദന, അതുപോലെ തന്നെ ബാക്ക് പെയിന്, തണ്ടൽ വേദന തന്നെയാണല്ലോ അല്ലേ, ബാക്ക് പെയിന്. അതുപോലെ തന്നെ അങ്ങനെ ഈ കാലിൻ്റെ മുട്ട് വേദന, പിന്നെ കാലിൻ്റെ പാദം വേദന, അതിനൊക്കെ ഏറ്റവും നല്ലൊരു ചെരുപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഞാൻ ഒരു വട്ടമൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഇനി ഇത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. വീടിനകത്ത് കേട്ടോ, പുറത്തല്ല, അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ചെരുപ്പാണിത്. പുറത്ത് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അതിങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖം തോന്നും കേട്ടോ കാലിൻ്റെ അടി. ഇതങ്ങനെയാണ് കേട്ടോ എൻ്റെ കാല്. നിങ്ങൾ നോക്കണ്ട ഗൈസ്, എന്താ ഇങ്ങനെ ആ ചെരുപ്പിൻ്റെ ഭംഗി നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതാ വാങ്ങിയ ഞാനൊരു സാധനമാണിത്, നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ലോട്ടസിൻ്റെ ആണ്. വൈറ്റ് ഗ്ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് അറിയാം, കുറേ റിവ്യൂ പറയുന്ന കേട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ക്രീമുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ അടുത്തായിട്ട് ഇതാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയത്. എനിക്ക് നല്ല രസമായിട്ട് തോന്നി കേട്ടോ, നല്ല ഭംഗിയായിട്ട് തോന്നി. ഇത് യൂസ് ചെയ്തപ്പോൾ ഞാൻ നന്നായിട്ട് വിയർക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിത് നല്ല രസമായിട്ട് തോന്നി, നല്ലൊരു ഭംഗി തോന്നി. പിന്നെ ഇപ്പോൾ നമ്മൾ നല്ല ചൂടുകാലമാണ് വരുന്നത്, അപ്പോൾ വാങ്ങിയ ഒരു സാധനമാണ് ഇത്. സൺസ്ക്രീന് വാട്ടർ മെലൻ്റെ ആണ്, വാട്ടർ പ്രൂഫാണ്. നല്ലൊരു സൺസ്ക്രീന്. ഞാൻ ഇന്നവരെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. മുന്നേ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് അപ്പോട്ടിന് വേണ്ടി വാങ്ങിയതാണ്. അസ്ഥിന് കൊള്ളില്ലായിരുന്നു അത്. പക്ഷേ ഇതാ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ നല്ല തണുപ്പ് തോന്നും കേട്ടോ. അതിൻ്റെ പേര് തന്നെ അതാ കേട്ടോ, കൂളിങ് തരണതാന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. കുറേ പേര് റിവ്യൂ പറഞ്ഞിരുന്നു. അപ്പോൾ അവളും പറഞ്ഞതാണ് സൂപ്പറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഷോർട്സിൽ കൊടുക്കാം. പിന്നെ ഇതും ഞാൻ ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുഖത്തും അതുപോലെ തന്നെ ദേഹത്തൊക്കെ തേക്കുന്ന നല്ലതാണല്ലോ. ഇതും ഇപ്പം അടുത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതായി നമ്മൾ ഈ ഇതിലൊക്കെ കാണില്ലേ, ഇതിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഓരോരുത്തർ പ്രൊമോഷൻ പോലെ ചെയ്യുമല്ലോ ഈ ഒരു സ്റ്റോപ്പ് ക്രീം. സത്യം പറയട്ടെ, ഇത് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഈ സാധനം വാങ്ങിയിട്ട് ഇതാ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടത്. പിന്നെ അത് ഫേസ് വാഷാണ് കേട്ടോ. ഇതും ഞാൻ നല്ലപോലെ യൂസ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ ഈ സ്റ്റോപ്പ് ക്രീം മാത്രം എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നല്ലൊരു മഴക്കാറ്, പെട്ടെന്ന് ഒരു നല്ല ഇടിയും മഴക്കാറും കാറ്റും. അപ്പോൾ ഞാൻ വേഗം തുണികളെടുക്കാൻ ഓടി കേട്ടോ. എൻ്റെ നെറ്റ് ഓണായിരുന്നു, അതാണ് ഇങ്ങനെ മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മഴക്കാർ വേഗം കണ്ടപ്പോൾ പട്ടൊക്കെ വീണിട്ടോ, വീണ്ടും വേഗം തുണികളെടുത്തു കേട്ടോ. നല്ല മഴക്കാർ കേട്ടോ. നിങ്ങളുടെ അവിടെ മഴക്കാറുണ്ടോ? എന്നാൽ നല്ല മഴ പെയ്യൂല. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുക കേട്ടോ അവൾ. അതാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് എന്നോട്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, പക്ഷെ എന്നാൽ നല്ല മഴ തകൃതിയായിട്ട് പെയ്യണമൊന്നുമില്ല. ചൂടിന് ചെറിയൊരു ശമനം ഇടയ്ക്കുണ്ടാവും കേട്ടോ.
ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമായിട്ട്. അപ്പോൾ അമ്മനെ ചീത്ത പറയട്ടെ, എപ്പോൾ നോക്കിയാലും നീ എന്തിനാ എൻ്റെ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ബേബി എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇടയ്ക്കൊക്കെ ഈ സഹായം ഉണ്ട് കേട്ടോ, എപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് ഈ സഹായമുണ്ട്. അപ്പോൾ വേദുവിനോട് ഞാൻ വരാൻ പറഞ്ഞത് കേട്ടോ. അവൻ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ അവനെ കാണിക്കാൻ. പിന്നെ അമ്മ വേഗം അവനെ ഡ്രസ്സ് ഇട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചാത്തന്നൂർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നിനുമല്ല, കുറച്ച് സ്നാക്സ് വാങ്ങാണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടുകയില്ലേ, പക്ഷേ നാളെ സ്കൂളിലേക്ക് കൊണ്ട് ഒന്നുമില്ല. അപ്പോൾ ആകാശം നോക്കൂ, നല്ല മഴ ഇപ്പോൾ പെയ്യും, എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്ന ഒരു ഇതാണ്, എന്താ പറയുക, ഒരു സിംറ്റാണ് നമ്മൾ ആകാശത്ത് കണ്ടത്. പക്ഷേ ഇവിടെ എപ്പോഴും മഴ പെയ്തില്ല. എപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, മഴക്കാറുണ്ട് കേട്ടോ. ഇവൻ്റെ ഈ സ്ഥിരം പരിപാടിയാണ്. ആ സ്കൂട്ടിയിൽ നിന്ന് ഓരോന്ന് കാട്ട്. പിന്നെ ഓമക്കായ അമ്മയുടെ സ്വത്താണിത്. നമ്മുടെ കുട്ടിയെ പോലെ കുട്ടികളെക്കാട്ടിലും നന്നായി സൂക്ഷിച്ച ഓമക്കായ കേട്ടത്. അപ്പോൾ ബേബി ഓടി വരികയാണ് കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ അവിടെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയായിരുന്നു കോപ്രായത്തിനെ കാട്ടാടാ അങ്ങോട്ട് പോവാൻ. അപ്പോൾ ബേബി വേദു റെഡിയായി മുഖവും കൈയും കാലൊക്കെ കഴുകി നിൽക്കുകയാണ് കേട്ടോ. ചാത്തനൂർക്ക് ഭയങ്കര സന്തോഷവും ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത്. എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതാ കണ്ട ആ ആകാശത്തിൻ്റെ നോക്കൂ, ആ കളർ മാറ്റം, മഴ എവിടെയോ പെയ്യുന്നുണ്ട് എന്നാണ് അത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ റെഡിയായിട്ട് നിന്നു. അപ്പോൾ അപ്പൂപ്പനോട് വർത്താനം പറയാം കേട്ടോ. അപ്പൂപ്പനോട് ചാറ്റി ഉമ്മയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചാത്തനൂർക്ക് പോവുകയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ കയറി പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ സ്ഥലപ്പേരുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞുതരാം ഓരോ സ്ഥലപ്പേര്. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം പേര് മേലങ്ങാടി. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ വെള്ളടിക്കുന്ന്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോയാൽ മേലങ്ങാടി കഴിഞ്ഞാൽ പിന്നെ മനപ്പടി കഴിഞ്ഞാൽ പിന്നെ കാളക്കുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പേര് വന്നത്? കാളക്കുണ്ട്, ചാത്തന്നൂർ, എരുമപ്പെട്ടി, പിന്നെ അമേരിക്കപ്പടി, സൗദി അറേബ്യ, ദുബായ് നഗർ, അങ്ങനെ കേട്ടോ. കണ്ടക്ടർ മുന്നേ എന്നോട് പറഞ്ഞിട്ട് 2 രൂപ കൊടുത്തിട്ട് എനിക്ക് ദുബായ് കാണാൻ പറ്റുമോ, എവിടെയെങ്കിലും പറ്റുമോ, സൗദി പറ്റുമോയെന്ന്. ശരിയാണ് കേട്ടോ, പാസ്പോർട്ടൊന്നും വേണ്ട, ഞങ്ങൾക്ക് ദുബായ് സൗദി നഗറൊക്കെ ശരിക്കും കാണാം കേട്ടോ. അപ്പോൾ അതാ മനപ്പടി കഴിഞ്ഞ് പോയി. പിന്നെ ഇതാണ് കേട്ടോ കാളക്കുണ്ട് എന്ന് പറയുന്നത്. കാളക്കുണ്ട് എന്ന് പറയുമ്പോൾ ഒട്ടുവിധ ഇപ്പൊക്കെ ഇവിടെ ഫുള്ള് വീടായി. ആദ്യമൊക്കെ തീരെ വീടുകളൊന്നുമില്ല, പേടിയാവും കേട്ടോ. ശരിക്കും ഈ കാളക്കുണ്ട് എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. കാളകളുടെ കുണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ശരിക്കും ഇതൊരു തിരിവാണ്. ശരിക്കും ഇവിടെയാണ് ആടുവളവ് എന്ന് വേണ്ടത്, വളഞ്ഞിട്ടാണ് ആടുവളവ്. ശരിക്കും തൃത്താല വേളത്തൂർ ആ ഭാഗത്തോട്ട് ആടുവളവ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ കാളക്കുണ്ട്. ഞാൻ സ്കൂളിലേക്ക് ഇന്ന് നടന്നു പോയിരുന്ന സ്ഥലമാണ്. +2 വരെ ഞാൻ പഠിച്ചത് ചാത്തന്നൂർ സ്കൂളിലാണ് കേട്ടോ. ഞങ്ങൾ നടന്നു പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. അന്നത്തെ കാലത്ത് നടന്നു പോലും, അന്നത്തെ കാലം പറഞ്ഞാൽ കുറേ കാലത്തായിട്ടില്ല കേട്ടോ. ആ ടൈമിൽ +2 ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 10 വരെ നടന്നു പോകുമ്പോൾ നല്ല രസമല്ലേ. ഇതാണ് കേട്ടോ, ഈ കടയിലാണ് ഞങ്ങൾ സ്നാക്സ് വാങ്ങാൻ പോകുന്നത്. ചാത്തന്നൂരുള്ള ഒരു ബേക്കറിയിൽ നിന്നാണ്. എന്താ ഉണ്ണിയേട്ടനോ അങ്ങനെ എന്താ തോന്നുന്നുണ്ടോ പേര് കേട്ടോ. അപ്പോൾ ചെറുതായി മഴത്തുള്ളികൾ ഇങ്ങനെ തുള്ളുണ്ട് കേട്ടോ. സ്നാക്സ് വാങ്ങാൻ വേണ്ടി ചേച്ചി മനിയനും കടയിൽ കയറിയാൽ പിന്നെ അവർക്ക് എന്താണെന്നറിയില്ല, ആദ്യമായിട്ട് കടയിൽ കയറുന്ന പോലത്തെ ഫീലിങ്സൊക്കെ അവർക്ക് തോന്നും. അതവിടെ അവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അവനെ എന്താ ടായി പറഞ്ഞുള്ള അങ്ങനെ തുള്ളി കളിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചിരിക്കായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ കേട്ടോ. ഞങ്ങൾ തിരക്ക് കുറയാൻ വേണ്ടി കാത്തുനിന്നു. അവൻ കണ്ടോ ടായി പറഞ്ഞിട്ട് അവിടേക്കൊക്കെ പോയിക്കാണ്. അപ്പോൾ ഈ കേക്കൊക്കെ അവർ തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത ബേക്കറിയാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങി. മിഠായി കണ്ടപ്പോൾ അവർ ആ മിഠായി വേണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ ആ മിഠായി ഒന്നും വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ അവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഏതോ ഒരു ഫിലിമാണ് കേട്ടോ അത് വെക്കാണ്ട്. അതാ കുറേ പേര് ഷേക്ക് കുടിക്കുന്നുണ്ട്, കുറേ പേര് ഓരോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. അപ്പം എന്നാൽ അവർ ചോദിച്ചു സ്മൂത്തി തരട്ടെ ചോദിച്ചു. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞു. 20 രൂപയ്ക്ക് കേട്ടോ ഈ സ്മൂത്തിക്ക്. അപ്പോൾ തണുത്തത് വേണോ ചോദിച്ചപ്പോൾ ഞാൻ തണുത്തത് വേണ്ട പറഞ്ഞു. ചെറുതായി ചുമള്ളതുകൊണ്ടേ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിന് പൈസ കൊടുത്തു. പിന്നെ ഏട്ടൻ നല്ല ചൂട് പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മോട്. അപ്പം അങ്ങനെ ഞങ്ങൾ ചായയും പപ്സൊക്കെ കൂട്ടി കഴിച്ചത്. അവിടുത്തെ പപ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ചൂടുള്ള പപ്സ് ആയിരുന്നേ. അത് അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അത് എത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങി. കടയ്ക്ക് ചെന്നാൽ എങ്ങനെയാണ് പൈസ പൊട്ടണമെന്ന് അറിയില്ല. എങ്ങനെ പോയാലും നമ്മൾ പൈസ പൊട്ടും. പിശുക്കി കഴിയാൻ നോക്കിയാലും നടക്കില്ല. കുട്ടികളായ അങ്ങനെ തന്നെയാണ്. കുട്ടികളില്ലാതെ ഇരിക്കുമ്പോഴല്ലേ അറിയില്ലോ അവൾക്ക്. ഇതിപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് അവൾക്ക് ഇങ്ങനത്തെ ചിലവുകളൊക്കെ വരും. നമ്മൾ ഈ സിംഗിൾ ലൈഫ് ആവുമ്പോൾ വേറെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതാ ചാത്തന്നൂർ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അമ്മ നൂൽപ്പിട്ടിൻ്റെ പൊടിയും മാന്തളും മുട്ടയും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നൂൽപ്പിട്ട് മുട്ടക്കറിയാണ് നാളെ. അപ്പോൾ അതിന് എന്താ പറയുക,
പിന്നെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ. അപ്പോൾ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ഞങ്ങൾ മനപ്പടിയിൽ നിന്നാണ് കേട്ടോ വാങ്ങണത്. അപ്പോൾ ചേച്ചി മനിയനും ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പം അതാ പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് കട. അപ്പോൾ ബേബി പറയുക കൈച്ചെയിൻ കാണാനുള്ള ഷോയാണ് അമ്മയെ കാട്ടുന്നത്. പക്ഷെ എന്താ അല്ലേ കുട്ടികളുടെ ഓരോ വർത്താനേ. സത്യം പറഞ്ഞാൽ കൈച്ചെയിൻ കാട്ടാനുള്ള ഷോ ആയിരുന്നില്ല. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിലും അത് യാദൃശ്ചികം മാത്രം. അപ്പോൾ അതാ വേദു ബേബി ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര സ്നേഹപ്രകടന. എപ്പോഴും ഈ സ്നേഹപ്രകടനമൊന്നും ഇല്ല കേട്ടോ. ചില നേരത്തെ അവൻ്റെ നല്ല കിട്ടും അവൾക്ക്. അവൾ പിന്നെ പാവാണ്, അധികം അവനെ ഉപദ്രവിക്കുന്നില്ല. ഇവൻ നല്ല ഉപദ്രവിക്കും. അവനെ പിന്നെ ആയിട്ടില്ല, 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വലുതായി വരണമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുത്തു, അവിടെ വെച്ചു. അപ്പോൾ അമ്മ നല്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പപ്സൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല പപ്സായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടുള്ള പപ്സായിരുന്നു. അമ്മയ്ക്ക് പപ്സ് വേണ്ട പറഞ്ഞു. പകരം അമ്മയ്ക്ക് ഏട്ടൻ വാങ്ങിയത് എന്തോ സമൂസ ഒക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കണ്ടോ എല്ലാവരും നിരന്നിരിക്കുക നിലത്ത്. പിന്നെ ഹാളിൽ ഞങ്ങൾക്ക് ഫാൻ കേട് വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഹാളിലിരിക്കുക അതാണ് കേട്ടോ സ്മൂത്തി. അപ്പോൾ സ്മൂത്തി കുടിക്കാൻ അവർക്ക് ധൃതിയായി കേട്ടോ. അപ്പോൾ ഈ സ്മൂത്തി വേഗം ഞാൻ എടുത്തു. ഞാൻ ഒന്ന് എൻ്റെ മാത്രം ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ഞാൻ തണുപ്പുള്ളത് കൊടുത്തില്ല. അപ്പോൾ ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വേഗം എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൾ പഠിക്കുകയാണ് കേട്ടോ. അതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ പോയിരിക്കും കേട്ടോ. അപ്പോൾ അവൾ പേടിച്ചു. ഭയങ്കര പഠിപ്പിലാണേ അവൾ. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവൾ സ്മൂത്തി ഞാൻ കൊടുത്തപ്പോൾ അവൾ നല്ല സന്തോഷമായിട്ട് കുടിച്ചു. ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്.